സോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിന്ന് വന്നിരിക്കുന്നത് വൺ ലിങ്ക് പ്ലാസ ചൈന എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് മെയിനായിട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ് ഇതിൽ മെയിൻ എല്ലാം വരുന്നത്. നമുക്ക് ടോയ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അങ്ങനെ വേരിയസ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്, ഹോം ഡെക്കേഴ്സ്, ഇതെല്ലാം ഈ ഒരു സിംഗിൾ മാളിൽ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള പർച്ചേസേ ഉള്ളെങ്കിലും നമുക്ക് ഈ ഒരു മാളിൽ നിന്ന് നമുക്ക് നല്ല നല്ല ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട് പോകാവുന്നതാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫാക്ടറി ഫൈൻഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഷോപ്പ് സെല്ലേഴ്സ് തന്നെ നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ചില ഷോപ്സിന് അവരുടെ തന്നെ ഫാക്ടറീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എല്ലാ ഷോപ്പിലും കയറുക, എല്ലാ പ്രൈസും കമ്പയർ ചെയ്യുക. കാരണം പല പ്രൊഡക്റ്റിനും പല റേറ്റാണ് വരുന്നത്. അത് കമ്പനി ജസ്റ്റ് ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ രണ്ട് ഷോപ്പ്, ഇപ്പോൾ ഈ ഒരു ഷോപ്പ് ഇതിൻ്റെ തന്നെ തൊട്ടപ്പുറത്തെ ഷോപ്പും ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയായിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് കമ്പനി, ബ്രാൻഡ് നെയിം ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചെറിയ ക്വാളിറ്റി ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കി പ്രൈസ് ഓക്കെയാണ്, നമ്മൾ നേരിട്ട് കണ്ട ആ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു പ്രൈസ് ഓക്കെ ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ തന്നെ നമുക്ക് പല പല പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. കാണുമ്പോൾ ഒരേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു ഷോപ്പിൽ നമുക്കൊരു വിലയായിരിക്കും, ചിലപ്പോൾ അപ്പുറത്തെ ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേന് ആ ഒരു പ്രൊഡക്റ്റിന് കുറച്ചും കൂടി വില കുറവായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് കാണാൻ മാത്രമേ ഒരേപോലെ ഉണ്ടാവുള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ ബാറ്ററി, ഇപ്പോൾ ഈ ഒരു ടോയ്സിൻ്റെ ആണെങ്കിലും ഈ ഒരു ബാറ്ററി തന്നെ ചിലപ്പോൾ അതിൽ MAHന് എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ വയറിങ് കിറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യത്തിൻ്റെ ക്വാളിറ്റി അവർ കുറയ്ക്കും. ഇതൊന്നും നമ്മളറിയില്ല. ഇവർ പുറത്തിരുന്ന് നമ്മളിത് കാണിക്കുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ നല്ല രീതിക്ക് എല്ലാം കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. ഈ ഒരു ഡ്രോൺസ് കാര്യങ്ങളുടെയൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെയുള്ള പല ഷോപ്പുകൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, സെയിം പ്രൊഡക്റ്റ് തന്നെ വിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചെറിയ ചെറിയ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്, ക്യാമറയുടെ ക്വാളിറ്റി കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഞാനീ പറയുന്നതൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളുടെ വേ ഓഫ് വ്യൂ എന്നാണ്. അല്ലാതെ നമ്മളൊരു ടൂറിസ്റ്റ് പോലെ വന്നു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ട് പോകുന്നു, അങ്ങനെ ഒരാളുടെ വ്യൂവിലല്ല ഞാനീ പറയുന്നത്. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാനിത് ചൈന വന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനൊരു വ്ളോഗിങ്ങിന് വേണ്ടി എടുത്ത വീഡിയോസ് അല്ല. എനിക്കിതേപോലെ തന്നെ കുറേ സോഴ്സിങ് എൻക്വയറീസ് ഉണ്ടായിരുന്നു പലതരം പ്രൊഡക്ട്സ് കാര്യങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി ഞാൻ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ തന്നെ മെയിൻ കാരണം, ഞാൻ ഇതേപോലെ തന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് ഇരുന്ന് കണ്ടാണ് കുറേ പ്രൊഡക്ട്സിൻ്റെ ഐഡിയ കിട്ടുന്നത്. ചിലപ്പം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്ട്സ് ചിലവർക്ക് അത് ഒന്നും മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ ഇപ്പം ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു മിന്നായം പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ മതി. ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് അവരുടേതായ ഒരു കോൺസെപ്റ്റിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ഈ വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബിൽ ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് എൻ്റെ ഒരു ചൈന ട്രിപ്പായിരുന്നു ഈ ഒരു ഏപ്രിലിൽ ഞാൻ പോയത്. 2025 ഏപ്രിലാണ് ഫസ്റ്റ് കാൻറ്റോൺ ഫെയർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോൾ അത് 10 days ട്രിപ്പായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് ഒരു 90 people അറൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതൊരു നല്ലൊരു കോണ്ടാക്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് പല പല ഐഡിയാസും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഒരു ബിസിനസ് ട്രിപ്പിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു നവംബറിൽ ഞാൻ വീണ്ടും ചൈനയ്ക്ക് പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്, നമ്മുടെ ബിസിനസ് പുതിയൊരു വെഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കുമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. One second. വലിയ ക്വാളിറ്റി ഒന്നുമില്ല. No, 20 meter. Yes. ഈ ഒരു സെല്ലറായിട്ട് നമ്മൾ കുറേ നേരം ഡിസ്കസ് ചെയ്തു. പുള്ളിയും കുറേ കാര്യങ്ങൾ നമ്മളോട് കുറേ ഇവിടുത്തെ
ചൈനയിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇംഗ്ലീഷൊന്നും മര്യാദയ്ക്ക് അറിയില്ല, പക്ഷേ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻസ്, അതായത് അവർക്കറിയാം ഇന്ത്യൻസ് ഏത് കൺട്രിയിൽ നിന്ന് വരുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ നമ്മളെ കാണുമ്പം. അപ്പോൾ അവർക്കുള്ള പ്രൊഡക്ട്സ് ഇവർക്ക് കറക്റ്റ് അറിയാം. ഇന്ത്യയിലേക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ പോകാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ് ഇന്ത്യയിൽ സെയിൽസ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചാണ് നമുക്ക് ആദ്യം ഈ നമ്മൾ പല ഷോപ്പിൽ ചെല്ലുമ്പോഴും കാണിക്കുന്ന പ്രൊഡക്ട്സ് ക്വാളിറ്റി തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ സംസാരിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ അടുത്തുനിന്ന് ഈ പറഞ്ഞ രീതിക്ക് ഞാൻ യു കെയിലാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേന് അന്നേരം അവർ അവരുടെ തന്നെ സെയിം പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മളെ കാണിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ അതിന് ശേഷം ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങിയത് യു കെയിലാണ് ബിസിനസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് കിട്ടും. കാരണം പണ്ട് തൊട്ടേ ഈ ഇന്ത്യയിലേക്ക് വരുന്ന പ്രൊഡക്ട്സ്, കാരണം നമ്മൾ ഈ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് നല്ലതാണ്, ബാർഗെയിനിങ് ആണ് ബിസിനസ്സിൻ്റെ മെയിൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ചുമ്മാ വന്ന് ഇപ്പം നമുക്ക് വാങ്ങാൻ പോലും താല്പര്യമില്ലാത്ത ഒരു സാധനം, അല്ലെങ്കിൽ കണ്ടപ്പോൾ ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സാധനം ചുമ്മാ ഇരുന്ന് ബാർഗെയിൻ ചെയ്ത് അവരുടെ മണിക്കൂറുകൾ ഇരുന്ന് അവരുടെ മെനക്കേടും കെടുത്തി അവരവസാനം ഓക്കെ വാങ്ങിച്ചോ എന്ന് പറഞ്ഞാകുമ്പോഴത്തേന് അവർക്ക് വേണ്ടാത്ത സാധനമാണ്, ചുമ്മാ ഒരു രസത്തിന് ബാർഗെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ ഇന്ത്യൻസിന് പൊതുവേ അങ്ങനെ ഒരു ഇതുണ്ട്, ചുമ്മാ ബാർഗെയിൻ ചെയ്യുക എന്നിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങത്തുമില്ല, പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല ഷോപ്പിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വലിയൊരു കാര്യമില്ല. അത് ഈ ഒരു പെർട്ടിക്കുലർ മാളിൽ നിന്നാണ് എനിക്കത് മെയിൻ മനസ്സിലായത്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് കാര്യങ്ങളെല്ലാം ടൂറിസ്റ്റുകളും വരുന്നൊരു സ്പോട്ടാണിത്. അതുകൊണ്ടാണ് ഈ ഷോപ്പുകാർക്ക് അറിയാം, വർഷങ്ങളായിട്ട് ഇവരിവിടെ ഷോപ്പിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് അറിയാം ഓരോ ആൾക്കാരെ കാണുമ്പോൾ. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബിസിനസ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതേപോലെ പ്രിൻ്റ് ചെയ്ത കാര്യങ്ങൾ ബിസിനസ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന എല്ലാ സ്റ്റോറിലും ഇതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവരായിട്ട് സംസാരിക്കുക. നമുക്കില്ല, ഇപ്പം ഏത് ഷോപ്പിലാണെങ്കിലും നമുക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള ഹെൽപ്പും ഇവർ ചെയ്തു തരും. അപ്പം നമ്മൾ കൂടുതൽ സംസാരിക്കണം, അല്ലാതെ നമ്മൾ ബാർഗെയിൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവത്തുള്ളൂ. അത് നമ്മളെ ബിസിനസ്സിൽ നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. കാരണം റേറ്റ് മാത്രമല്ല, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് സെയിൽ നടക്കും. ഇത് ഫുള്ള് ടോർച്ചുകൾ, ലൈറ്റ് LED ലൈറ്റുകളുടെ ഒരു സ്റ്റോറാണ്. വേൾഡിലെ തന്നെ ഏറ്റവും പവർഫുൾ ടോർച്ച് വരെ അവിടെ ഇരിക്കുന്നുണ്ട്. മിന്നണമൊന്നും ഇങ്ങനെ മിന്നണല്ലോ കേട്ടാ, ക്യാമറയിൽ മിന്നണാണ്.
ചോപ്സ്റ്റിക്കുകൾ. ചോപ്സ്റ്റിക്ക്, മറ്റേ ചോപ്സ്റ്റിക്ക് കോല് വെച്ച് കഴിക്കണ. വീട്ടിൻ്റെ ഡെക്കറേഷൻ. ഗ്രാമഫോൺ. Card? Yeah, it's okay. ഈ ഒരു ഷോപ്പ് ഫുള്ള് നമുക്ക് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹൈക്കിങ് കാര്യങ്ങളൊക്കെ പോകുന്നവർക്ക് അതിൻ്റെ ഒരു മിലിറ്ററി തീമിലൊക്കെ വരുന്ന കുറേ പ്രൊഡക്ട്സാണ്. കുറേ ഗ്ലാസ്സുകൾ, അതേപോലെ തന്നെ ബൈനോക്യൂലേഴ്സ്, അതുപോലെ തന്നെ ഗിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഷോപ്പിൽ മെയിനായിട്ട് വരുന്നത്. ഇതേപോലെ തന്നെ പല ഷോപ്പുകളുണ്ട്. ഇതേപോലെ തന്നെ മിക്സഡ് പ്രൊഡക്ട്സ് നമുക്ക് ഈ ഒരു മാളിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ CCTV ക്യാമറ ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പല കമ്പനിയുടെ പല ബ്രാൻഡിലുള്ള പല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. നമ്മളെല്ലാം കാണുക, എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്യുക, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ കുറേ പ്രൊഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഈ ഹ്യൂമിഡിഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞ് പർച്ചേസ് ചെയ്തു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിതൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല. അതിനുശേഷം ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് ഈ പറഞ്ഞ റോബോട്ടിക് വാക്യൂം ക്ലീനേഴ്സ്, അതേപോലെ തന്നെ ഹ്യൂമിഡിഫയേഴ്സ്, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഞാൻ ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ തരാം. നല്ല സപ്ലയേഴ്സാണ്, നല്ല ബെസ്റ്റ് പ്രൈസുമാണ്. അപ്പോൾ ഇതാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. വേണ്ടവർക്ക് ഈ ഒരു ഷോപ്പ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി പർച്ചേസ് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് ക്യാമറാസ് കാര്യങ്ങൾ, വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കൊക്കെ വേണ്ടിയുള്ള പല പല ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഓരോ ഇതും വരുന്നത്. ടോയ്സ്, അതേപോലെ തന്നെ മൊബൈൽ ഫോൺസ്, LED വലിയ വലിയ ഡിസ്പ്ലേ കാര്യങ്ങൾ, ഹോം അപ്ലയൻസസ് എല്ലാം നമുക്ക് ഈ ഒരു സിംഗിൾ മാളിൽ അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഒരു 3-4 മാളുകൾ പുറത്ത് വേറെ ഉണ്ട്. അത് നമുക്കിനി വഴിയെ ഓരോന്നോരോന്ന് കയറാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാക്സിമം റേറ്റ് മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോവുക, അവിടുത്തെ റേറ്റ് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏതാണ് നല്ല ക്വാളിറ്റി, ഏതാണ് ബെസ്റ്റ് പ്രൊഡക്റ്റ് അത് ചൂസ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിൽ ഇറക്കണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതല്ല നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഇപ്പോൾ ഇവരുടെ തന്നെ ബ്രാൻഡിൽ നമ്മൾ പ്രൊഡക്ട്സ് ഇറക്കുവാണെങ്കിൽ കുറച്ചും കൂടി, കാരണം അവർ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ആയതുകൊണ്ട് പറയുന്ന റേറ്റിൽ നമുക്ക് ആ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് കിട്ടും.
അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ എടുക്കുന്നതാണ് ഇതേപോലെ തന്നെയുള്ള ലേസർ പ്രിൻ്ററുകൾ, നമുക്ക് ടീഷർട്ട്, ഫോണിൻ്റെ കേസുകൾ, എന്ത് തരം പ്രൊഡക്ട്സിലും നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇതുപോലെ ഈ ഒരു ഒറ്റ മെഷീൻ മാത്രം പോരാ, ഒരു 2-3 മെഷീൻസ് കോംബോ ചേർന്നിട്ടാണ് ഈ ഒരു ഫുൾ വേണം. കാരണം പ്രിൻറ്റിങ്ങിന് ഒരെണ്ണം വേണം, അതേപോലെ തന്നെ അത് ഹോട്ട് സീൽ ചെയ്യാൻ വേണ്ടി വേണം. അതേപോലെയുള്ള ഒരു 2-3 ലാക്സ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്, നല്ലൊരു പ്രൊഡക്ട്സാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോറി വരുന്നത് നമ്മുടെ JBL ഉള്ള എല്ലാ ബ്രാൻഡഡ് സ്പീക്കേഴ്സും നമുക്കിവിടെ അസംബിൾ ചെയ്ത് വാങ്ങാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ ആ ക്വാളിറ്റിയിൽ നമുക്കിവർ അസംബിൾ വരെ ചെയ്ത് തരും. താങ്ക് യു. ഈ ഒരു സ്റ്റോർ മെയിൻലി ഡിസ്പ്ലേ ബോർഡ്സ് ആണ് മെയിൻലി ഉള്ളത്. പല സൈസിലും പല നീഡ്സിലും ഉള്ള ബിസിനസ് സൈൻ ബോർഡ്സ് ആണ്. അതിൽ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് പ്ലേ ചെയ്യാം. അതേപോലെ ആർക്കിടെക്ചർ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഡ്രോയിങ്സ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ വയർലെസ് ചാർജർ ഉൾപ്പെടെ ഉള്ള ടീ ടേബിൾസ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നല്ല നല്ല പ്രൊഡക്ട്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വരും, പക്ഷേ നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ ബിസിനസ് അതൊരു കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെയുള്ള കുറച്ച് നല്ല പ്രൊഡക്ട്സ് നമ്മൾ നമ്മുടെ ഷോപ്പിൽ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പയ്യെ ഇവിടെ വെച്ചാൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത മാളുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. സലാം. We are exploring China's tech hub right now, and look at these next-gen gadgets. Seriously, there are toys everywhere.